വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം അതിന്റെ 22-ാം അധ്യായം 26-ാമത്തെ വാക്യം. യെഹെസ്കേൽ 22-26 അവിടെ ഇങ്ങനെ വായിക്കുന്നു: അതിലെ പുരോഹിതന്മാർ, ആരാ കക്ഷികള്? അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. എന്തൊരു കഷ്ടമാണ്! ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുകയാണ്: അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ ജനത്തിന് വേർതിരിച്ചു കൊടുക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. അടുത്ത വാക്യം പ്രധാനപ്പെട്ടതാണ്: ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണമറച്ചു കളയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യനെന്ന് സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ, ആമേൻ, ദൈവം ശുദ്ധീകരിച്ചതിനെ അവൻ മാലിന്യമെന്ന് വിചാരിക്കുന്നവനാണ്. അപ്പൊ ദൈവജനത്തിന് ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ച് ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് നടത്തേണ്ടെന്ന പുരോഹിതന്മാർ തന്നെ എന്താ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ദിവസം മാറിപ്പോയി, വിശുദ്ധ ദിവസം നീങ്ങിപ്പോയി, കർത്താവ് അതിനെ കുരിശിൽ തറച്ചു, അത് യഹൂദന് കൊടുത്തതാണ്, നാം അതനുസരിക്കേണ്ട കാര്യമില്ല, നമുക്ക് കൃപയുള്ളത് കൊണ്ട് തോന്നുന്നത് പോലെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമാക്കുന്ന അശുദ്ധന്മാർ വർദ്ധിച്ച് പെരുകിയിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇത്തരക്കാരോട് കർത്താവിന് ഇന്ന് പകൽക്കാലം നൽകാനുള്ള മുന്നറിയിപ്പ് അപ്പോസ്തല പ്രവൃത്തികൾ 10:15: ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വിശുദ്ധ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ പാടില്ല. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം വിശുദ്ധ ദിവസത്തെ, അല്ലെങ്കിൽ ദൈവം ശുദ്ധീകരിച്ച വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 58:13-14: നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ, വേറെ ദിവസമല്ല, ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ, നാട്ടുകാർ പറഞ്ഞു പഠിപ്പിക്കുന്ന യഹൂദന്റെ വിശുദ്ധ ദിവസമാണെന്ന്, എന്നാൽ വചനം പറയുന്നത് യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് പറയുകയും, നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. അടുത്ത വാക്യം: യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവം എത്ര വ്യക്തമായിട്ടും എത്ര സ്പഷ്ടമായിട്ടും മനുഷ്യവർഗത്തോട് പറയുകയാണ്: നീ എൻ്റെ വിശുദ്ധ ദിവസത്തെ അശുദ്ധമാക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നാം വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണോ? ചിന്തിക്കുക. ലോകത്തിന്റെ ഉൽപ്പത്തിയിലാണ് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്. അതിന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഞാൻ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിന്റെ ഉൽപ്പത്തിയിലാണ് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്. അതിന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. എന്താ കാരണം? നമ്മുടെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. യഹോവയായി ഞാൻ മാറാത്തവൻ എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒന്ന് പറഞ്ഞു, അതെനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് നാളെ ഞാൻ മാറ്റി പറയുന്നു എന്ന് പറയുവാൻ നമ്മുടെ ദൈവം മനുഷ്യനല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഒന്ന് പറഞ്ഞിട്ട് നാളെ മാറ്റി പറയുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ ഭൂതവും ലോകത്തിന്റെ വർത്തമാനവും ലോകത്തിന്റെ ഭാവിയും അറിയുന്ന ദൈവം ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തെ ലോകത്തിന്റെ ഉൽപ്പത്തിയിൽ വിശുദ്ധീകരിച്ച് മനുഷ്യവർഗത്തിന് വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് നൽകിയെന്ന് വചനം പറയുമ്പോൾ, ഇന്ന് നാം അതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ
ന്യായവിധിയുടെ വാൾ നമുക്ക് നേരെ വരുന്നുണ്ട്. ദൈവം വാക്ക് മാറുന്ന ദൈവമല്ല. 89 സങ്കീർത്തനത്തിന്റെ 34, 35 വാക്യങ്ങളിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു. 89 സങ്കീർത്തനം 34, 35 വാക്യങ്ങൾ: ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ പോഷ്ക പറയുകയില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ. എങ്ങനെ? ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. ദാവീദിനോട് ഞാൻ പോഷ്ക പറയത്തില്ല. പ്രിയമുള്ളവരെ, നാട്ടുകാർ പലതും പറയും. കർത്താവ് അതിനെ മാറ്റിക്കളഞ്ഞെന്നും കർത്താവ് നീക്കിക്കളഞ്ഞെന്നും അത് യഹൂദന് വേണ്ടി മാത്രം കൊടുത്തതാണെന്നും നമുക്കതനുസരിക്കേണ്ട കാര്യമില്ല എന്നും നാം കൃപയ്ക്ക് കീഴിലായതുകൊണ്ട് തോന്നുന്നത് പോലെ നടക്കാമെന്നും ഒക്കെ പഠിപ്പിക്കുന്നത് പിശാചിന്റെ ഉപദേശമാണ്. നാം ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് വിചാരിക്കുന്നവരായിട്ട് മാറരുത്. എന്നാൽ ചരിത്രത്തിലേക്ക് വന്നാൽ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? നമുക്കറിയാം, ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതിന്റെ നേരെ വിപരീതം ഉപദേശിക്കുന്ന പിശാചിന്റെ പ്രവർത്തനത്താൽ ദൈവം സ്ഥാപിച്ച വിശുദ്ധ ദിവസത്തിന് പകരം, അല്ലെങ്കിൽ ദൈവം സ്ഥാപിച്ച ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിന് പകരം മനുഷ്യൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാകുന്ന ഞായറാഴ്ച ആരാധിക്കുന്നവരായിട്ട് ഇന്ന് ബഹുഭൂരിപക്ഷവും മാറിയിരിക്കുന്നു. ഇത്തരക്കാർ ഒരു വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരക്കാർ ഒരു വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി വേർതിരിച്ചതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതൊരു വലിയ അപകടമാണ്. ഞാനൊരു സംഭവത്തിലൂടെ തെളിയിച്ചു തരാം. വിശുദ്ധ വേദപുസ്തകത്തില് ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് വേർതിരിച്ചതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ഒരാൾക്കുണ്ടായ ദുരനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവചനം അതിന്റെ 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി തന്നിരിക്കുന്നതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കുക. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 6 വരെ. ബെൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. ബെൽശസ്സർ വീഞ്ഞു കുടിച്ചു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ബെൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ ബെൽശസ്സർ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവയിൽ രാജാവും അവന്റെ മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും വീഞ്ഞു കുടിച്ചു. എന്നിട്ടോ അവർ പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. അവൻ വിചാരങ്ങളാൽ പരവശനായി. അവന്റെ അരയുടെ എപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. പ്രിയമുള്ളവരെ, ഒരു വലിയ ദൈവിക മർമ്മം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് വേർതിരിച്ചിരുന്ന വിശുദ്ധ പാത്രങ്ങളില് ബെൽശസ്സർ രാജാവും അവന്റെ മഹത്തുക്കളും അവന്റെ ഭാര്യമാരും അവന്റെ വെപ്പാട്ടികളും വീഞ്ഞു കുടിച്ചിട്ട് പൊന്നും വെള്ളിയും ഇരുമ്പും താമ്രവും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചപ്പോൾ ദൈവം തമ്പുരാൻ തന്റെ കൈപ്പത്തി അയച്ച് രാജാവിന്റെ ന്യായവിധി രേഖപ്പെടുത്തി. ആ എഴുത്ത് വായിക്കുവാൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ആഭിചാരകന്മാർക്കോ വിദ്വാൻമാർക്കോ ഒന്നും കഴിഞ്ഞില്ല. അവസാനം ദൈവപുരുഷനായ ദാനിയേലിനെ വരുത്തി. ദാനിയേൽ അത് വായിച്ച് അർത്ഥം ബോധിപ്പിച്ചു.
നാം ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാനിയേൽ 5 22 മുതൽ 28 വരെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവന്റെ മകനായ ബെൽസസരേ, ദാനിയേൽ അർത്ഥം വിശദീകരിക്കുകയാണ്, അവന്റെ മകനായ ബെൽസസരേ, ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി. അപ്പൊ ചോദ്യം, ഏതൊക്കെ അറിഞ്ഞിട്ടും? അവന്റെ മകനായ ബെൽസസരേ, ഇതൊക്കെ അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി. ഏതൊക്കെ അറിഞ്ഞിട്ടും? ബെൽസസറിന്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാവുമ്പോൾ അവൻ തന്റെ സാമ്രാജ്യത്തെ നോക്കിയിട്ട്, ഇതെന്റെ ധനമാഹാത്മ്യത്തിനായി ഞാൻ പണിത മഹതിയാം ബാബിലോണല്ലയോ എന്ന ഹൃദയത്തിൽ അഹങ്കരിച്ചപ്പോൾ ആ രാജാവിനെ രാജസിംഹാസനത്തിൽ നിന്നും ഇറക്കിയിട്ട് അവനെ കാട്ടുമൃഗങ്ങളുടെ പുല്ല് തീറ്റിച്ച ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് അപ്പന്റെ അനുഭവത്തിലൂടെ മോൻ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അത് തിരിച്ചറിയാതെ എന്ത് ചെയ്തു? സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വിശുദ്ധ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമേനിയുടെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. എന്നിട്ടോ കാണാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. അതുകൊണ്ട് അവിടുന്ന് ആ കൈപ്പത്തി അയച്ച് അങ്ങയുടെ ന്യായവിധി രേഖപ്പെടുത്തിയിരിക്കുന്നു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്, ശ്രദ്ധിച്ചു കേൾക്കണം. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു. എന്താ കാരണം? ദൈവസന്നിധിയിൽ വിറയ്ക്കാൻ സമയം കഴിഞ്ഞിരിക്കുക. എന്താ കാരണം? ദൈവം വിശുദ്ധീകരിച്ചതിനെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ ബേൽസസർ രാജാവിന്റെ ന്യായവിധി ആമേൻ ദൈവം തമ്പുരാൻ കൈപ്പത്തി അയച്ച് രേഖപ്പെടുത്തി. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ നിന്റെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാഴ്സികൾക്കും കൊടുത്തിരിക്കുന്നു. 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആ രാത്രിയിൽ കൽദയ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ വിശുദ്ധ ആവശ്യങ്ങൾക്കായി വേർതിരിച്ചിരുന്ന പാത്രങ്ങളെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ബെൽസസറിനുണ്ടായ ദുരനുഭവമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം വിശുദ്ധ ആരാധനയ്ക്കായി ആ ലോകത്തിന്റെ ഉൽപ്പത്തിയില് ശുദ്ധീകരിച്ച് വേർതിരിച്ചു തന്ന വിശുദ്ധ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഞാനൊന്നും പറയുന്നില്ല, വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. എബ്രായർ 10:29. ദൈവപുത്രനെ ചവിട്ടിക്കളകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മാലിന്യമെന്ന് വിചാരിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. വാക്യം ഒരിക്കൽ കൂടെ പറയാം. ദൈവപുത്രനെ ചവിട്ടിക്കളകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മാലിന്യമെന്ന് വിചാരിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10:15. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മാലിന്യമെന്ന് വിചാരിക്കരുത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നാം എവിടെ നിൽക്കുന്നു? നാം ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബെൽസസർ രാജാവിന് സംഭവിച്ച ദുർവിധി നമുക്കുമുണ്ടാകുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൂത് നൽകുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ മറുതലിക്കാതെ
ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ ആമേൻ തന്നെ താഴ്ത്താതെ വീണ്ടും നാം പാപത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ, പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, ബെൽസസ്സർ രാജാവിന്റെ അനുഭവം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്. നീ ദൈവവചനം ഏറ്റെടുക്ക. നാളുകളായി വിശുദ്ധ ദിവസം മാറിപ്പോയി എന്നും വിശുദ്ധ ദിവസം നീങ്ങിപ്പോയെന്നും അത് എനിക്കുള്ളതല്ല എന്നും അത് വേറെ ആർക്കാണ്ട് കൊടുത്തതാണെന്നും ഒക്കെ പറഞ്ഞും പഠിപ്പിച്ചും ജനത്തെ തെറ്റിലേക്ക് നയിക്കുന്ന സഹോദര, പാസ്റ്ററെ, നീ സത്യത്തിലേക്ക് വാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ദൂത് പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മാലിന്യമെന്ന് വിചാരിക്കരുത്. എത്ര പേർ തീരുമാനമെടുക്കും? കർത്താവേ, അവിടുന്ന് തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ ഞാൻ മലിനമെന്ന് വിചാരിക്കുന്നവനായിരുന്നല്ലോ ഇന്ന് വരെയും. അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ ഈ പകൽക്കാലം എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിത് എന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നല്ല തീരുമാനമെടുക്കുമോ? ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ദിവസത്തിൽ ആ ദിവസത്തെ മാനിച്ചാൽ, ആ ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചാൽ അതിന് പ്രത്യേക അനുഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനുഗ്രഹം തേടി നാടോടെ ഓടി നടക്കേണ്ട കാര്യമില്ല. അനുഗ്രഹം നിന്റെ വീട്ടിൽ വരും. എങ്ങനെയായാൽ? നീ ദിവസത്തെ മാനിച്ചാൽ, ദൈവത്തെ മാനിച്ചാൽ. വചനം പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. നീ അനുഗ്രഹം തേടി കൊട്ടാരക്കരയിലും എടത്തുവായിലും ലോകമെങ്ങും ഓടേണ്ട കാര്യമില്ല. അനുഗ്രഹം നിന്റെ പുറകെ വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. ഈ വിശുദ്ധ പകൽക്കാലം നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് വിചാരിക്കാതെ അതിനെ ഏറ്റെടുക്കുവാൻ, അതിന് കൊടുക്കേണ്ടത് ബഹുമാനം കൊടുക്കുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നല്ല തീരുമാനമെടുക്കാം. ഇന്ന് വചനം കേട്ട നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല തീരുമാനമെടുത്ത് കർത്താവിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ കർത്താവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കണം, മനസാന്തരപ്പെടണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി തന്നെ സ്നാനപ്പെടണം. വേറെ തരത്തിലുള്ള സ്നാനങ്ങളൊന്നും ദൈവവചനപ്രകാരം ശരിയല്ല. മുങ്ങി തന്നെ സ്നാനപ്പെടണം. പിന്നെ അടുത്തൊരു പടിയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിച്ചു, നിത്യജീവൻ അവകാശിയാകുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? യേശുവിന്റെ മറുപടി, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക. 10 കൽപ്പനകളും അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിൽ പെടുന്ന ഒന്നാണ് ഈ വിശുദ്ധ ദിവസം. അതിനെ മാറ്റിയിട്ട് നീ ലോകപ്രകാരം ഓടിയാൽ സ്വർഗരാജ്യത്തിന്റെ പടി ചവിട്ടത്തില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കുക. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ദൈവം ശുദ്ധീകരിച്ചതിനെ അടിയങ്ങൾ മലിനമെന്ന് വിചാരിക്കരുത് എന്ന വചനത്തിന്റെ ശക്തമായ മുന്നറിയിപ്പ് ഇന്ന് പകൽക്കാലം അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, വചനത്തിന്റെ മുന്നിൽ വിറയ്ക്കുവാൻ, വചനത്തെ ഏറ്റെടുക്കുവാൻ, വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ അടിയങ്ങളിതാ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഈ താൽക്കാലികമായി നശിച്ചു പോകുന്ന ലോകത്തിനായിട്ടല്ല, അവിടുന്ന് ഒരുക്കുന്ന നിത്യരാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുവാൻ അനേകരെ ഒരുക്കണമേ കർത്താവേ. പ്രിയമക്കളുടെ തീരുമാനങ്ങളെ മാനിക്കണമേ കർത്താവേ. ലോകത്തിന്റെ വഴികളെ വിട്ടിട്ട് അവിടുത്തെ വഴികളിലേക്ക് വരുവാൻ, അവിടുത്തെ മാനിക്കുവാൻ, അവിടുത്തെ വചനത്തെ മാനിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, അവിടുന്ന് ഒരുക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ചാരത്തും ദൂരത്തും സ്വദേശത്തും വിദേശത്തും ഒക്കെ ഇരുന്ന് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഇതടിയങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകല്ലേ കർത്താവേ. നിത്യജീവൻ അവകാശികളായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. കുറവുകളെ തിരിച്ചറിഞ്ഞ് ആമേൻ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്ത് വരുവാൻ അടിയങ്ങളെ ഒരുക്കണമേ.